നമസ്കാരം. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ കാരുണ്യത്തിൻ്റെ അംബാസിഡർ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ നാട് ഉറ്റുനോക്കുന്ന ബോച്ച അരീക്കോട് എത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ കളിയുടെ നാട്ടിൽ കാരുണ്യത്തിൻ്റെ അംബാസിഡർ എത്തിയിരിക്കുകയാണ്. ഈ ഒരു പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് വന്നിട്ടുള്ളത്. ഈ വ്യാപാരി കെയർ പദ്ധതി യൂത്ത് വിങ്ങും വനിതാ വിങ്ങും ഇവിടുത്തെ വ്യാപാരികളുമെല്ലാം ചേർന്നുകൊണ്ട് ഈ നാടിൻ്റെ കണ്ണീരൊപ്പുന്നൊരു വലിയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. അത് അങ്ങയുടെ കരങ്ങൾ കൊണ്ടാകുമ്പോൾ എത്രമാത്രം സന്തോഷകരമാണ്. തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായ ഏകോപന സമിതി, യൂത്ത് വിങ്, വനിതാ വിങ് ആൻഡ് അതേഴ്സ് എല്ലാവരും കൂടെ ഈ ചെയ്യുന്നത് വളരെ മഹത്തായ ഒരു സംഭവം തന്നെയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇത്രയും ദൂരം വരാൻ കാരണം ഇതിൻ്റെ ഒരു മഹത്വം, ചാരിറ്റി എന്നത് എൻ്റെ ഒരു ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം ഞാൻ വരാൻ കാരണം. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ മനുഷ്യർ സ്വന്തം കാര്യം നോക്കാൻ പോലും നേരമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പൈസ കൊടുക്കാൻ ആളുണ്ട്, പ്രവർത്തിക്കാൻ ആളില്ല ആത്മാർത്ഥമായിട്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വളരെ വിശാല മനസ്സുള്ള, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെയുള്ള മനസ്സുള്ള ഒരു പറ്റം ആൾക്കാർ കൂടി പായസ ചലഞ്ചും ഒക്കെ നടത്തി പല രീതിയിലോ ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ഭിക്ഷയാചിച്ച് പാവങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ തരപ്പെടുത്തിയെടുത്തു. അതുപോലെ ഒരുപാട് വീൽ ചെയർ, അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഫ്രീസർ, അത് ഇത്. പിന്നെ ഇവിടെ മരിച്ചാൽ 10 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടു. എനിക്കിപ്പോൾ മരിക്കാൻ സമയമാവാത്തതുകൊണ്ട് നിവൃത്തിയില്ല. അല്ലെങ്കിൽ 10 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ മോഹം തോന്നിപ്പോയി ഇവിടെ. അങ്ങനെ വീട് വെച്ച് കൊടുക്കണു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി, വളരെ അഭിമാനം തോന്നി നിങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നല്ല കരങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് ഇത് മുമ്പോട്ട് വരും. വലിയ രീതിയിലൊക്കെ ഇത് മാറുന്നതാണ്. തീർച്ചയായിട്ടും ഇതിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അരീക്കോട്ടെ കാരുണ്യ പ്രവർത്തനത്തിന് ബോച്ചയും പങ്കാളിയാവുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.